ഹായ് ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നൈലോൺ ബാൻഡ് വെച്ചിട്ട് ക്യൂട്ടായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ആക്സസറി മേക്കിങ്ങുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ B7000 എടുത്ത് വെച്ചിട്ടുണ്ട്, നൈലോൺ ബാൻഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. വൈറ്റ് ഫ്ലവേഴ്സും ഒരു പോംപോമുമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതുപോലൊരു ഓർഗാൻസ ബട്ടർഫ്ലൈ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലൈറ്ററും ഗ്രോസ് ഗ്രെയിൻ റിബണുമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. 1/4 ഇഞ്ചിൻ്റെ റിബണാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു റിബണ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 3 ഇഞ്ച് ലെങ്ത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ രണ്ടറ്റവും ഒന്ന് നേരെയാക്കിയിട്ട് വെട്ടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ലൈറ്റർ വെച്ചിട്ട് നമുക്ക് രണ്ട് സൈഡും ഒന്ന് ഉരുക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഗ്രോസ് ഗ്രെയിനെ ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഫ്ലവറിനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഫോം ഫ്ലവേഴ്സിനെ ഫസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 ഇഞ്ചിൻ്റെ റിബൺ ആയിരുന്നെങ്കിൽ അതായിരിക്കും കേട്ടോ കുറച്ചുകൂടി ബെറ്റർ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലവേഴ്സിനെ കടന്ന് റിബണ് കാണാനും പാടില്ല, എന്നാൽ ഇത് കറക്റ്റായിട്ട് ഒട്ടി നിൽക്കുകയും വേണം. ആ ഒരു വീതിക്കുള്ളതാണെങ്കിൽ അതായിരുന്നു നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 1/4 ഇഞ്ചിൻ്റെ ആണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ 1/4 ഇഞ്ചിൻ്റെലേക്ക് നല്ല രീതിക്കൊന്ന് ഇങ്ങനെ പിടിച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ നല്ല രീതിക്ക് ഒട്ടാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പിടിച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പോംപോമും ഞാനിതാ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. മൂന്നൂടെ ഞാനിങ്ങനെ ചേർത്ത് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് പിടിച്ച് നിൽക്കുന്നുണ്ട്, നല്ല രീതിക്കൊന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ നല്ല രീതിക്ക് ഒട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ ബട്ടർഫ്ലൈ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇത് കണ്ട് നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട് കേട്ടോ. ശേഷം ഞാൻ ബാക്കിയുള്ള ഈ ഒരു ഭാഗത്തേക്കാണ് ബട്ടർഫ്ലൈ ഒന്ന് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്ലവർ ബഞ്ചിൻ്റെ അടുത്തേക്കായിട്ട് ബട്ടർഫ്ലൈ ഇതുപോലെ വെച്ച് കൊടുത്തു. അതാ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ കടന്ന് നിൽക്കുന്ന ആ ഒരു റിബൺ ഉണ്ടല്ലോ, അതിനെ ഞാനൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. അത് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മുടെ നൈലോൺ ബാൻഡിലേക്ക് വെക്കുന്ന ടൈമിൽ അത് കാണുന്നില്ല, എന്നാലും ഞാനതൊന്ന് കട്ട് ചെയ്ത് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഈ ബാൻഡിലേക്ക് ഇതിനെ വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ ബാൻഡ് ഇങ്ങനെ ഒന്ന് നിവർത്തി എടുക്കുന്നുണ്ട്. ഇത് ന്യൂ ബോൺസിനൊക്കെ പറ്റുന്ന തരത്തിലുള്ള വളരെ നൈസായിട്ടുള്ളൊരു ബാൻഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതിനെ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ റിബണിൻ്റെ മുകളിൽ വീണ്ടും ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിനെ നമ്മുടെ ബാൻഡിലേക്ക് നിവർത്തി വെച്ച ബാൻഡിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല രീതിക്കൊന്ന് ഒട്ടാൻ അനുവദിക്കുക കേട്ടോ. വളരെ സിമ്പിളാണ് നൈലോൺ ബാൻഡിലേക്ക് ഇങ്ങനെ ഫ്ലവേഴ്സും ബട്ടർഫ്ലൈസും ഒക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ന്യൂ ബോൺസിനൊക്കെ വളരെ ഭംഗിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഹെയർ ആക്സസറി മേക്കിങ്ങിന് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുവരേക്കും ബൈ ഓൾ.